ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കൊള്ളാം. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഉയർത്തി കണ്ണൂർ ജില്ല. ആതിഥേയരായ തൃശൂർ രണ്ടാമത്. കലോത്സവ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ച നടൻ മോഹൻലാൽ. പ്രതിഭകളായ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കാരെത്തായി കേരളത്തിൽ തുടരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മത്സരമല്ല, ഉത്സവമാണ് കലോത്സവമെന്ന നടൻ മോഹൻലാൽ. അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് PG ക്വാർട്ടേഴ്സിൽ മോഷണം. ക്വാർട്ടേഴ്സിന്റെ കൂട്ടറുത്തുമാറ്റി 20 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചേലക്കര സെന്ററിലെ പ്രസിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. വാഴാനി അണക്കെട്ടിന് സമീപം കാട്ടാനയെ ഗുരുതര പരിക്കുകളോടെ അവശനിലയിൽ കണ്ടെത്തി. കടുവ ആക്രമിച്ചതെന്ന പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം കണ്ണൂരിന്. ആതിഥേയരായ തൃശൂരിന് രണ്ടാം സ്ഥാനം. 5 നാൾ നീണ്ടുനിന്ന 64ാമത് സംസ്ഥാന കലോത്സവ പൂരത്തിന് കൊടിയിറങ്ങി. അവസാന നിമിഷം വരെ നീണ്ടുനിന്ന ആവേശോജ്വലമായ പോരാട്ടത്തിനൊടുവിൽ കണ്ണൂർ കലാകിരീടം കരസ്ഥമാക്കി. 1028 പോയിന്റുകൾ നേടിയാണ് കണ്ണൂർ ജില്ല 117.5 പവന്റെ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത്. 1023 പോയിന്റ് നേടിയ തൃശൂർ ജില്ല രണ്ടാം സ്ഥാനവും 1017 പോയിന്റുള്ള കോഴിക്കോട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. കലോത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ മുന്നിട്ട് നിന്ന കണ്ണൂർ ഒരു തവണ പോലും പിന്നോട്ടു പോയില്ല. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന് സ്വർണ്ണക്കപ്പ് ജേതാക്കൾക്ക് സമ്മാനിച്ചു. TCV തൃശൂർ. നിലവിലെ ജേതാക്കൾ കൂടിയായ തൃശൂരിനെ തട്ടകത്തിലെത്തി മലർത്തിയടിച്ചാണ് കലാകിരീടം കണ്ണൂർ റാഞ്ചിയത്. ജേതാക്കൾ കപ്പുമായി TCV സ്റ്റുഡിയോയിലുമെത്തി. തൃശൂർ സ്റ്റുഡിയോയിൽ സ്വർണ്ണക്കപ്പ് എത്തിയിരിക്കുകയാണ്. സാംസ്കാരിക നഗരിയിൽ നിന്നും സ്വർണ്ണക്കപ്പ് ഇപ്പോൾ കണ്ണൂരിന്റെ മണ്ണിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ തട്ടകത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. കണ്ണൂർ കഴിഞ്ഞ വർഷം 1 പോയിന്റിന് കൈവിട്ട കപ്പാണിത്. ആ കപ്പ് 5 പോയിന്റ് വ്യത്യാസത്തിൽ കൊണ്ടുപോവുകയാണ്. വെറും എങ്ങനെ തോന്നുന്നു? ഞങ്ങള് കൊണ്ടുപോകുന്നു പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോയി. കഴിഞ്ഞ തവണത്തെ പ്രതികാരമാണോ? പ്രതികാരമൊന്നുമല്ല. അതായത് കഴിഞ്ഞ തവണ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നത്. 1 പോയിന്റിന് നമുക്ക് കിട്ടിയില്ല. ഇത്തവണ അത് മധുരമായി പകരം വീട്ടി 5 പോയിന്റിന്റെ നേട്ടത്തിലാണ് നമ്മൾ തിരിച്ചു പിടിച്ചത്. ഇപ്പം ഈ സാംസ്കാരിക നഗരിയിൽ തോന്നുമ്പോ ഒരു സംഘാടനത്തിൽ എത്രത്തോളം മികവുണ്ട്? മികച്ച നല്ല രീതിയിലായിരുന്നു. എനിക്ക് 8ാം വേദിയിലായിരുന്നു എന്റെ ചുമതല. ഈ 5 ദിവസവും നല്ല മികച്ച രീതിയിൽ തന്നെ എടുത്തു പറയേണ്ടതാണ്. അത് കണ്ണൂർ DDക്ക് പ്രത്യേക അഭിനന്ദനം കൂടെ കൊടുക്കാണ്. ലാലേട്ടന്റെ കയ്യിൽ നിന്നാണ് കപ്പ് മേടിച്ചത്. ഒരു പാട്ടായാലോ? ഒരു ആവേശമായാലോ? തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നും നിലവിലെ ചാമ്പ്യന്മാരായ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നാണ് സ്വർണ്ണക്കപ്പ് ഇപ്പോൾ കണ്ണൂരിലേക്ക് പോകുന്നത്. ഇപ്പോൾ TCV സ്റ്റുഡിയോയിലും സ്വർണ്ണക്കപ്പ് എത്തിച്ചിരിക്കുന്നു. ഇനി കണ്ണൂരിന്റെ സ്വന്തം സ്വർണ്ണക്കപ്പ്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് യുവജനോത്സവമെന്നും കേരളത്തിന്റെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവരാണ് ഈ കുട്ടികളെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു.
64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നമ്മുടെ കുട്ടികളെല്ലാം വിദേശങ്ങളിലേക്ക് ചേക്കേറിയാൽ കേരളം ഒരു വൃദ്ധസദനമായി മാറുമോ എന്ന് ഭയമുണ്ടെന്നും സിയ ഫാത്തിമയ്ക്ക് വേണ്ടി കലോത്സവ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദനം അർഹിക്കുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് പടന്നയിലെ സിയ ഫാത്തിമയ്ക്ക് വീട്ടിലിരുന്ന് കലോത്സവ പോസ്റ്റർ മത്സരത്തിൽ പങ്കെടുക്കാനായത് കേരളത്തിന്റെ കലോത്സവ ചരിത്രത്തിലെ പുതിയ ചരിത്രമാണെന്നും മന്ത്രി പറഞ്ഞു. സ്പീക്കർ AN ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു, AK ശശീന്ദ്രൻ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മേയർ നിജി ജസ്റ്റിൻ, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂരിലെ കലോത്സവം കാസർഗോഡുള്ള സിയ ഫാത്തിമയുടെ വീട്ടുമുറ്റത്തേക്ക് ഓൺലൈനായി എത്തിച്ചേർന്നതും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ തുടർച്ചയായി 4ാം തവണയും A ഗ്രേഡ് നേടിയ സച്ചുവിന് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനവും 64ാമത് സ്കൂൾ കലാമാമാങ്കത്തിന്റെ മാറ്റുകൂട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിനൊപ്പം പോലീസ്, ആരോഗ്യ, അഗ്നിരക്ഷ തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളുടെ കൃത്യതയാർന്നതും ആസൂത്രണ മികവോടെയുമുള്ള ഏകോപനവുമാണ് പൂക്കളുടെ പേര് നൽകിയ 25 വേദികളിലായി നടന്ന കലാമേളയെ കുറ്റമറ്റതാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. കുട്ടികൾ കലയെ യുവജനോത്സവ വേദികളിൽ മാത്രമാക്കി ചുരുക്കരുതെന്ന് ചലച്ചിത്ര നടൻ മോഹൻലാൽ പറഞ്ഞു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. എന്ത് വേഷമിട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ഇങ്ങനെ പിടിച്ചു. ഇന്ന് ഇത്രയും വലിയ ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും ഇന്ന് വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാനായി. അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം യുവ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വേദിയോട് അത്രമേൽ ആദരവാണ് ഉള്ളത്. മുമ്പ് യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കലാതിലകങ്ങൾക്കും കലാപ്രതിഭകൾക്കും അന്നൊക്കെ സിനിമാ താരങ്ങളുടെ അത്ര താരപ്രഭയും ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്. ആഗ്രഹവും പ്രയത്നവും ആത്മാർത്ഥമാണെങ്കിൽ സാധ്യതകൾ അനന്തമാണെന്നും അവസരങ്ങൾ തേടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ഇത്രയധികം ജീവിതങ്ങളെ കരുപ്പിടിപ്പിച്ചത് യുവജനോത്സവങ്ങളാണ്. ഇന്നും പല സംവിധായകരും സ്കൂൾ യുവജനോത്സവ വേദികളിൽ കലാകാരന്മാരെ തേടി വരാറുണ്ട്. മത്സരവേദികളിലെ ജയപരാജയങ്ങൾ അപ്രസക്തമാണ്. അത് നൽകുന്ന പരിചയമാണ് അമൂല്യം. പങ്കെടുക്കലാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് കൗമാര കലാകാരന്മാർക്ക് തങ്ങളിലെ കഴിവുകളുടെ മാറ്റുരയ്ക്കാൻ ലഭിച്ചിരുന്ന ഒരേയൊരു വേദിയായിരുന്നു കലോത്സവം. മഞ്ജു വാര്യർ, നവ്യ നായർ, ചിത്ര, G വേണുഗോപാൽ തുടങ്ങിയ അതുല്യ കലാകാരന്മാരെ നാടിന് സമ്മാനിച്ച വേദിയാണിത്. ഇതിന്റെ സാമൂഹ്യ പ്രസക്തി തിരിച്ചറിഞ്ഞ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലയിൽ താൽപര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ആർട്സ് പരിശീലന കേന്ദ്രം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറിയ പരാതികൾ പോലുമില്ലാതെ കലോത്സവം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്. ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ,
ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് PG ക്വാർട്ടേഴ്സിൽ മോഷണം. അടച്ചിട്ടിരുന്ന ക്വാർട്ടേഴ്സിന്റെ പൂട്ടറുത്ത് മാറ്റി 20 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനിലിന്റെ ഭാര്യ ഡോക്ടർ ശ്രേയ പോളിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയായ ഡോക്ടർ ശ്രേയ പോൾ ശനിയാഴ്ച വൈകിട്ട് ക്വാർട്ടേഴ്സ് പൂട്ടി പുത്തൂർ വെട്ടുകാട് ഏഴാങ്കല്ലിലെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഡോക്ടർ ശ്രേയ പോളിന്റെ മാതാവ് ക്വാർട്ടേഴ്സിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ക്വാർട്ടേഴ്സിനകത്തെ അലമാരയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. സ്വർണ്ണാഭരണം സൂക്ഷിച്ചിരുന്ന പേഴ്സും തുറന്ന നിലയിൽ കിടപ്പുണ്ടായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 3:30യോടെയാണ് 2 മോഷ്ടാക്കൾ നടത്തിയ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞത്. PG ക്വാർട്ടേഴ്സ് A ബ്ലോക്കിന്റെ 3-ാം നിലയിലെ 4 ക്വാർട്ടേഴ്സുകളിൽ ഒന്നാണ് ഡോക്ടർ ശ്രേയ പോളിന്റേത്. 2 എണ്ണത്തിൽ താമസക്കാരില്ല. ഒരു ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്ന താമസക്കാർ മോഷണ വിവരം അറിഞ്ഞിരുന്നില്ല. ഡോക്ടർ ധനിൽ കോൺഫറൻസ് സംബന്ധമായി യാത്രയിലായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. TCV തൃശൂർ. ചേലക്കര സെന്ററിലെ പ്രസ്സിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. സരസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തൂലിക പ്രസ്സിലാണ് തീപിടുത്തമുണ്ടായത്. കടയുടെ ഉൾഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാൻ സഹായിച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്ന് സംശയിക്കുന്നു. വടക്കാഞ്ചേരി വാഴാനി അണക്കെട്ടിന് സമീപം കാട്ടാനയെ ഗുരുതര പരിക്കുകളോടെ അവശനിലയിൽ കണ്ടെത്തി. കടുവ ആക്രമിച്ചതെന്ന് പ്രാഥമിക നിഗമനം. കാട്ടാനയുടെ മുൻകാലിൽ നിന്ന് വലിയ തോതിൽ പഴുപ്പ് ഒഴുകുന്ന നിലയിലാണ്. ശരീരമാസകലം പരിക്കുള്ളതായും സംശയിക്കുന്നു. ശസ്ത്രക്രിയയെ തുടർന്ന് വീട്ടമ്മ മരിച്ചതായി പരാതി. എങ്കക്കാട് പള്ളത്ത് വീട്ടിൽ മുരളീധരന്റെ ഭാര്യ 52 വയസ്സുള്ള നിർമ്മലയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവരെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ബന്ധുക്കൾ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ കലോത്സവ വാർത്തകളിലേക്ക്. TCV കലാപുരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കേരള പെയിന്റ്സ്, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 10ാം തവണയും നാടക അവതരണത്തിൽ മിന്നും വിജയവുമായി കോഴിക്കോട് കോക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുരിശ് എന്ന നാടകമാണ് A ഗ്രേഡ് കരസ്ഥമാക്കിയത്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കോക്കല്ലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാടക മക്കളാണ് ഇത്തവണ കുരിശി എന്ന നാടകം അവതരിപ്പിച്ച് അരങ്ങിൽ തകർത്താടി ചരിത്രം സൃഷ്ടിച്ചത്. ഈ നാടകത്തിൽ ഷൈനി എന്ന വീട്ടമ്മയുടെ വേഷം ചെയ്ത AS അശ്വിനി മികച്ച നടിക്കുള്ള സ്പെഷ്യൽ ജൂറി അവാർഡും കരസ്ഥമാക്കി. SL സുമന, ഗൗതമാദിത്യൻ, SD ഗൗരി പാർവതി, RP ഗണശ്യാം, സഹജി വിനോദ്, ശ്രീയാലക്ഷ്മി, ശ്രീജിത്ത്, JS വേദിക, S വേദ രാജീവ് എന്നിവരാണ് മറ്റ് നാടകാംഗങ്ങൾ. സത്യനന്മകളുടെ കുരിശ് തിന്മയെ കീഴ്പ്പെടുത്തി കപട ആണത്തത്തെ ചോദ്യം ചെയ്ത് മതങ്ങൾക്കപ്പുറം സഹജീവിയോടുള്ള കരുതലും സൗഹാർദ്ദവും ഉറക്കെ പ്രഖ്യാപിക്കുന്ന കുരിശ്. കല്ലെറിഞ്ഞാലും കുരിശിലേറ്റിയാലും സത്യവും നന്മയും സ്നേഹവും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന കുരിശ്. വിനയ് തോമസിന്റെ വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ പള്ളി എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരമാണ് കുരിശ്. വിനീഷ് പാളിയാട് രചനയും മനോജ് നാരായണൻ സംവിധാനവും നിർവഹിച്ചു. കുഞ്ഞുച്ചേട്ടന്റെ കുഞ്ഞ്, പുലി പറഞ്ഞ കഥ, തേൻ, ഓട്ട, കക്കുകളി, സിംഗപ്പൂർ കലാസമിതി, കുമരു, ഏറ്റം എന്നിവയാണ് മുൻവർഷങ്ങളിൽ സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് നേടി ശ്രദ്ധേയമായ മറ്റു നാടകങ്ങൾ. കലോത്സവം സമാപന ദിനത്തിൽ നീലക്കുറിഞ്ഞി വേദിയിൽ അരങ്ങേറിയ വഞ്ചിപ്പാട്ട് മത്സരങ്ങൾ തിങ്ങി നിറഞ്ഞ സദസ്സിന് വേറിട്ട അനുഭവമായി.
കലോത്സവത്തിന്റെ സമാപന ദിവസമായി ഇന്ന് നീലക്കുറിഞ്ഞി വേദിയിൽ അരങ്ങേറിയത് വഞ്ചിപ്പാട്ടായിരുന്നു. വഞ്ചിപ്പാട്ടിൽ മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് മനോഹരമായ പ്രകടനമായി മുന്നിട്ട് നിന്നത്. അവരോട് നമുക്ക് സംസാരിക്കാം. എന്താണ്? എൻ്റെ പേര് മധുസൂദൻ, ആറന്മുളയാണ് സ്വദേശം. ഒരു ആറന്മുള ശൈലി വഞ്ചിപ്പാട്ടാണ് പാടിയത്. കിരാതം എന്ന കുഞ്ഞൻ നമ്പർ എഴുതിയ കിരാതം വഞ്ചിപ്പാട്ടാണ് ഒരാലോചിച്ചത്. 10-15 വർഷമായിട്ട് വഞ്ചിപ്പാട്ട് ജില്ലയിൽ നിന്ന് അഭിമുഖീകരിച്ച് നമ്മുടെ സ്കൂളാണ് വരുന്നത്. ഇതിപ്പോൾ എത്ര ദിവസം എടുത്തുണ്ടാവും പരിശീലനം? 3 മാസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കൂടുതൽ എടുത്തിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിപ്പോൾ ശരിക്കും തുടക്കത്തിൽ നിന്ന് നമ്മൾ ഈ 10 കുട്ടികൾക്ക് തന്നെയാണോ പരിശീലനം നൽകിയത്? കൂടുതൽ കുട്ടികൾക്ക് നൽകിയിട്ട് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്? ആദ്യം ഓഡീഷൻ പോലെ നടത്തി അതിൽ നിന്ന് നല്ല സൗണ്ടുള്ള താളബോധമുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പിന്നെ വായിത്താരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ് നമ്മൾ ചെയ്തത്. ഇതിനകത്ത് ഒരു 6 പേരോളം കഴിഞ്ഞ കൊല്ലം ടീമിലുള്ളതാണ്. പുതിയതായിട്ട് 4 പേരാണ് ഈ വർഷം വന്നത്. നമുക്ക് കുട്ടികളൊന്ന് പരിചയപ്പെടാം. വൈശാഖി. പ്ലസ് 1 ആണോ പ്ലസ് 2? പ്ലസ് 2. മോളുടെയോ? ഭാവന. പ്ലസ് 2. അനന്തിക. പ്ലസ് 1 പ്ലസ് 2. പ്ലസ് 1. അഞ്ജന. പ്ലസ് 2. ശ്രീലക്ഷ്മി. പ്ലസ് 1. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് 8-ൽ വെച്ചിട്ട് പോയിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ വലിയ വേദിയായിരുന്നു. അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. കാണാനായാലും എല്ലാം നല്ല രസമായിരുന്നു. നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റില്ലേ? നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റി. എന്തായാലും ആഗ്രഹം ഉറപ്പല്ലേ? ഉറപ്പാ. ഞാൻ ഗംഗ പ്ലസ് 1 പഠിക്കുന്നു. ഞാൻ അൻസ പ്ലസ് 2 പഠിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു പാടിയത്? നല്ല ഭംഗിയായിട്ട് പാടാൻ പറ്റി. പഠിച്ചതുപോലെ തന്നെ ഞങ്ങള് സ്റ്റേജിൽ പ്രതീക്ഷേനൊക്കെ പ്രേക്ഷകരുണ്ടായിരുന്നു കാണാനും കൈയടിക്കാനും. അപ്പൊ അത് ഞങ്ങൾക്ക് ഒന്നുകൂടി ഇൻസ്പിറേഷനായി. പിന്നെ നല്ല കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേജിൽ നിൽക്കാൻ പറ്റി. നല്ലായിരുന്നു. പേരെന്താ മോളുടെ? നിരഞ്ജന. പ്ലസ് 1. ഗായത്രി. പ്ലസ് 1. നല്ല പേര്? അമ്മേയ. പ്ലസ് 1. ചെമ്പുലി തോലോടുത്തോരോ ചെമ്പുലി തോലോടുത്തോരോ ചെമ്പുലി തോലോടുത്തോരോ തമ്പുരാനും ദേവീദാനും മുൻപിൽ വന്നു പ്രസാദിച്ചു മുൻപിൽ വന്നു പ്രസാദിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളായി ഈ സ്കൂളാണ് വഞ്ചിപ്പാട്ടിൽ എ ഗ്രേഡ് നേടുന്നത്. നീലക്കുറിഞ്ഞി വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രവീണിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കഥാരചനയിൽ മാതൃഭാഷയിൽ കഥയെഴുതി എ ഗ്രേഡ് നേടി മെഹസബി. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മെഹസബി ഉത്തർപ്രദേശുകാരിയാണ്. ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി കഥാരചനയിൽ ഞാൻ ആരാണ് എന്ന വിഷയത്തിലായിരുന്നു മത്സരം. സംസ്ഥാന തലത്തിലുള്ള മത്സരമായതിനാൽ മാനസിക സമ്മർദ്ദത്തോടെയാണ് മെഹസബി കഥ എഴുതാനിരുന്നത്. എന്നാൽ ആത്മവിശ്വാസവും ഭാഷാപരമായ അറിവും ഈ മിടുക്കിക്ക് എ ഗ്രേഡ് നേടിക്കൊടുത്തു. കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിലാണ് മെഹസബിയും കുടുംബവും താമസിക്കുന്നത്. ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ച് ജില്ലയിലെ ബഡാ ഗാവോൻ കോഡ്ര ഗ്രാമത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ തൊഴിൽ തേടി എത്തിയതാണ് മെഹസബിയുടെ പിതാവ് നിരാലെ ഖാൻ. പിന്നീട് കുടുംബത്തെയും കൂടെ കൂട്ടി. ബാലവാടിയിൽ പഠിക്കുന്ന കാലത്താണ് മെഹസബി കേരളത്തിലെത്തുന്നത്. പഠനത്തിലും മിടുക്കിയായ മെഹസബിക്ക് പരീക്ഷകളിൽ ഹിന്ദിയേക്കാൾ മാർക്ക് മലയാളത്തിലാണ് ലഭിക്കാറ്. അധ്യാപകരാണ് കഥാരചനാ മത്സരത്തിലേക്ക് മെഹസബിയെ തിരിച്ചുവിട്ടത്. സ്റ്റേറ്റ് കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് പോണത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം എന്റെ മാക്സിമം എടുത്ത് എഴുതി. ടീച്ചേഴ്സ് ഫുൾ സപ്പോർട്ടാണ്. കഥയെഴുത്ത് തുടരണമെന്നാണ് മെഹസബിയുടെ തീരുമാനം. ഒപ്പം നന്നായി പഠിച്ച് ഡോക്ടറാകണമെന്ന ആഗ്രഹവും ഈ മിടുക്കിക്കുണ്ട്. മാതാപിതാക്കൾക്കും സഹോദരങ്ങളായ മുഹമ്മദ് നാജിം, മുഹമ്മദ് ആഹിൽ,
അൽഷിഫ എന്നിവർക്കുമൊപ്പം കൊച്ചുവീട്ടിൽ പ്രതീക്ഷകളുടെ കഥ പറഞ്ഞു കഴിയുകയാണ് മെഹസിബ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കലോത്സവത്തിന്റെ തിരക്കിലും ആഘോഷ വൈബിലും ഒരു നിശബ്ദ കലാഭാവം കൂടി നിറയുകയാണ് വേദിക്ക് സമീപം. ക്യാമറകളല്ല, പേനയും പേപ്പറും കയ്യിലെടുത്ത് നഗരത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയാണ് അർബൻ സ്കെച്ചേഴ്സ്. എല്ലാവരും കൂടി ചേർന്ന് പബ്ലിഷ് ചെയ്ത് അവിടെ തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ഒരു അവലോകനം നടത്തും. ഇതൊരു മത്സരമില്ല, അതിൽ എല്ലാവർക്കും സന്തോഷമായിട്ട് കാണാനും സന്തോഷമായിട്ട് പങ്കെടുക്കാനുമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അർബൻ സ്കെച്ചേഴ്സ്. എത്ര സമയം എടുത്തിട്ടാണ് ഒരു വര കംപ്ലീറ്റ് ആക്കുന്നത്? ഒരു വര കംപ്ലീറ്റ് ചെയ്യാൻ 60 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ വരെ എടുക്കാറുണ്ട്. ഞങ്ങളുടെ ഇവന്റ് സാധാരണ എല്ലാ ഞായറാഴ്ചയും തൃശ്ശൂർ പരിസരത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് 8:30 മുതൽ 10:30 വരെ ആണ് ഞങ്ങൾ സാധാരണ നടത്താറ്. അപ്പോൾ ഇന്നെല്ലാം കൂടി ഒത്തുവന്നു, ഇങ്ങനൊരു അവസരം കിട്ടി. ഇതിലിങ്ങനത്തെ ഒരു വലിയൊരു കലാമേളയാണ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേള. അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ടീമിൽ എത്ര പേരുണ്ട്? ശരിക്കും മെമ്പേഴ്സായിട്ട് 200ഓളം പേരുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും എല്ലാ സമയത്തും വരാറില്ല. ഒരു സമയം ഒരു 30-40 പേരുണ്ടാവും. പിന്നെ ചില സ്പെഷ്യൽ ഇവന്റുകൾ നടത്തും. ഇതിപ്പോൾ ഞങ്ങളുടെ 190ാമത്തെ എന്താണ് പ്രോഗ്രാമാണ് നടക്കുന്നത്. ഇത് തുടങ്ങിയത് 22 മാർച്ചിലാണ് തുടങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ റെക്കഗ്നൈസ്ഡ് സിറ്റിയാണ് തൃശ്ശൂർ. ഇന്ത്യയിൽ മറ്റു പല സ്ഥലത്തും ഇപ്പോൾ 25ഓളം നഗരങ്ങളുണ്ട് റെക്കഗ്നൈസ്ഡ്. ലോകത്തൊട്ടാകെ 350-ൽ പരം നഗരങ്ങളുണ്ട് റെക്കഗ്നൈസ്ഡ് നഗരങ്ങൾ. എങ്ങനെയാണ് ഒരു ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രെയിം കാണുമ്പോൾ ഓക്കെ ഇതാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്, അങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾ എങ്ങനെയാണ്? അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഇന്ന് ഞങ്ങൾ വരയ്ക്കുന്ന പ്രത്യേക തരത്തിൽ ഒരു ചിത്രം തന്നെ 4-5 പേര് കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ആശയങ്ങൾ അതിൽ ഒന്നിച്ച് ചേരും. അങ്ങനെയും ചിലപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ സാധാരണ ഞങ്ങൾ വരയ്ക്കുന്നത് ഒരാൾക്ക് ഇപ്പൊ തോന്നുകയാണ് ആ ലൈറ്റ് പോസ്റ്റ് മാത്രം വരച്ചാൽ മതിയെങ്കിൽ അത് മാത്രമേ വരയ്ക്കുള്ളൂ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാം, കളറാവാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതിൽ യാതൊരു നിബന്ധനകളും ഇല്ല അങ്ങനെ വരയ്ക്കുന്നതിൽ. സ്വന്തം ഇഷ്ടത്തിന് വരയ്ക്കുക. ഒരു തരത്തിലും വരയ്ക്കാനൊരു അവസരം കിട്ടാത്ത എത്രയോ പേര് ഞങ്ങളുടെ കൂടെ വന്ന് വളരെ സന്തോഷമായിട്ട് വരയ്ക്കുന്നു. വീട്ടമ്മമാര്, റിട്ടയർ ചെയ്ത ആൾക്കാർ ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. വളരെ സന്തോഷമായിട്ട് വരയ്ക്കുക അവർ. അപ്പോൾ വരയ്ക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു അർബൻ സ്കെച്ചേഴ്സ് ടീമിനൊപ്പം ചേരാവുന്നതാണ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. മിന്നും പ്രകടനത്തിലൂടെ തൃശൂരിനായി അഭിമാന നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് നന്ദനയും വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും. എന്നോടൊപ്പം ഇപ്പോൾ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശൂരിൻ്റെ ചുണക്കുട്ടികൾ എന്നോടൊപ്പം ഉണ്ട്. കാരണം ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരാൾ അതിനകത്തിൽ തുടർച്ചയായി 3-ാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിൽ വന്ന് A ഗ്രേഡ് നേടുന്നത്. കൂടിയാട്ടം ടീം തുടർച്ചയായി 2-ാം തവണയുമാണ്.
ആദ്യം തന്നെ നന്ദനയിലേക്ക് നന്ദന ഹാട്രിക് നേട്ടമാണ്. ഏതിലൊക്കെയായിരുന്നു പങ്കെടുത്തത്? എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പ്രകടനം? നങ്ങ്യാർകൂത്ത് കൂടിയാട്ടം അതിലാണ് പങ്കെടുത്തത്. നങ്ങ്യാർകൂത്ത് 3ാം തവണയാണ് സ്റ്റേറ്റിലേക്ക് പോണത്. കൂടിയാട്ടം ഇപ്പോൾ ഈ കൊല്ലം ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. സകലകലാ വല്ലഭയാന്ന് പറയുന്നത് കാരണം നാടകത്തിലുണ്ടായിരുന്നു, മുൻപ് കഥകളിയിലുണ്ടായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ തവണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ആദ്യമായിട്ട് സ്വന്തം തട്ടകത്ത് മത്സരിക്കാൻ ഇറങ്ങി, അത് സംസ്ഥാന കലോത്സവത്തിൽ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളമായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. തൃശ്ശൂരാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ആരൊക്കെയായിരുന്നു ഗുരു? കൂടിയാട്ടത്തിന്റെയും നങ്ങ്യാർകൂത്തിന്റെയും പൈങ്കുളം നാരായണ ചെക്കിയാർ. എത്ര നാളായിട്ട് ഇത് അഭ്യസിക്കുന്നു? 4 കൊല്ലം. കൂടിയാട്ടത്തിന്റെ കലാകാരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? കുഞ്ഞുലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി, അവനി നന്ദ, ജാതകൻ, ശ്രീനന്ദ, ഐറിൻ ചെറിയ. എത്രാം തവണയാണ് പങ്കെടുക്കുന്നത്? ഞാൻ 2ാം വട്ടം. ഇതിൽ മാത്രമാണോ പങ്കെടുത്ത? വേറെ ഈവന്റുകളുണ്ടോ? ഇല്ല, കൂടിയാട്ടത്തിൽ തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രകടനം? അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്തു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സ്വന്തം തട്ടകത്താണ് നടന്നത്, അതിന്റെ ഒരു ആവേശം ഉണ്ടായിരുന്നു? ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അത് ഒരു കപ്പ് പോവാണ്ട് ഞങ്ങള് ഇതാക്കി. എന്തായാലും നിലവിലെ ചാമ്പ്യന്മാരെ നിലനിർത്താൻ നിങ്ങളുടെ വക സംഭാവന നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. കളറാണോ? പിന്നെ തൃശ്ശൂര് പൊതുവെ വൈബാണെന്നാ പറയുന്നത് കലോത്സവം. നല്ല വൈബല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങളുടെ മാക്സിമം ഞങ്ങള് ജയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. 3ാം തവണയാണ് ഇപ്പൊ സ്റ്റേറ്റിലേക്ക് വരുന്നത്. മുൻപ് 2 വർഷം കവിതാരചന, സംസ്കൃതം കവിതാരചനയിൽ സ്റ്റേറ്റിൽ വന്നിട്ടുണ്ട്. ഈ വർഷം കൂടിയാട്ടത്തിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂര് കലോത്സവം വരുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് കവച്ചു വെക്കാനാണോ ഇത്ര സ്പീഡ്? എന്തായാലും ഹാട്രിക് നേട്ടം ഉണ്ട്. അപ്പം കഴിഞ്ഞ തവണത്തേക്ക് എങ്ങനെയായിരുന്നു ഗ്രേഡൊക്കെ? കഴിഞ്ഞ തവണ ഗ്രേഡ് ഉണ്ടായിരുന്നു, 2 വർഷം ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പൊളിച്ചു. അതെ. ഈ കൂട്ടുകാരുടെയും അധ്യാപകരൊക്കെ പിന്തുണ? നല്ല പിന്തുണ. ടീച്ചേഴ്സ് ആയാലും നമ്മളെല്ലാവരും നല്ല. ഞങ്ങളുടെ ടീച്ചർ അവിടെ ഉണ്ട്. ടീച്ചറിന് ഇങ്ങോട്ട് വരാൻ കേട്ടോ. ക്ലാസ് മുറിയിൽ മാത്രം മുന്നിൽ നിന്നാൽ പോരാ, കലാപ്രകടനത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ടീച്ചർമാർ ഈ ഒരു സാഹചര്യത്തിലും മുന്നിൽ വരണമെന്നാണ് പറയുന്നത്. ടീച്ചറോട് വന്നു. ടീച്ചറുടെ പേര്? രേവതി. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രകടനം? കുട്ടികൾ നന്നായിട്ട് തന്നെ ചെയ്തവര്. അവരുടെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കണ്ടത്. പിന്നെ പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും അവരൊക്കെ നല്ല കോർഡിനേഷൻ, എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും സ്കൂളിൽ നിന്ന് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ നമ്മുടെ തട്ടകത്ത് നടക്കുന്ന കലോത്സവത്തിലാണ് കപ്പ് ഇവിടെ ഇരിക്കുന്നത്. ട്രഷറിയിൽ നിന്ന് മറ്റൊരു കൊണ്ടുപോയില്ല, നമ്മൾക്ക് തന്നെ കിട്ടും. വിവേകോദയം എല്ലാ കലോത്സവങ്ങളിലും, അതിപ്പോൾ ജില്ലയിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും നിർണായക പോയിന്റുകൾ സംഭാവന ചെയ്യുന്ന സ്കൂളാണ്. അപ്പോൾ ഇത്തവണ എങ്ങനെയായിരുന്നു സ്കൂളിന്റെ ഒരു പ്രകടനങ്ങൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തിയ? സ്കൂളിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ പോയ എല്ലാ ഐറ്റംസിനും നമുക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ നല്ല രീതിയിൽ തന്നെ എല്ലാ കുട്ടികളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പഠിത്തത്തിൽ മാത്രമല്ല കലാപ്രകടനങ്ങളിലും വിവേകോദയം എന്നും 100-ൽ 100 തെളിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ചുണക്കുട്ടികൾ തട്ടകത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ സ്വന്തം ജില്ലയ്ക്കായി നിർണായകമായ പോയിന്റുകൾ സംഭാവന ചെയ്തിരിക്കുകയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നൽകുകയാണ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. 5 ദിനങ്ങൾ നീണ്ട സ്കൂൾ കലോത്സവത്തിൽ TCV ക്യാമറാമാൻ കൃഷ്ണകുമാർ പകർത്തിയ വേറിട്ട ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു. 5 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കലോത്സവത്തിൽ നിരവധി പ്രതിഭകളാണ് മാറ്റുരച്ച് കടന്നുപോയത്. ഇവരെയെല്ലാം ക്യാമറയിൽ പകർത്തുന്ന ഇടവേളയിൽ ഞങ്ങളുടെ ക്യാമറാമാൻ കൃഷ്ണകുമാർ കെ മലയിൽ മൊബൈലിൽ പകർത്തിയ
കലോത്സവ തലേന്ന് മുതൽ സമാപനം വരെ രാപ്പകലില്ലാതെ കർമ്മനിരതരായി ട്രാൻസ്പോർട്ട് കമ്മിറ്റി. ട്രാൻസ്പോർട്ട് കമ്മിറ്റിയിലെ 30ഓളം അംഗങ്ങളാണ് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ അധ്യാപകർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘങ്ങൾക്ക് യാത്രാ സൗകര്യമൊരുക്കിയത്. ജനുവരി 13 ഉച്ചയോടെ ആറ്റിങ്ങലിൽ നിന്നെത്തിയ ആദ്യ സംഘത്തെ സെന്റ് മേരീസ് ലൂർദ് UP സ്കൂളിൽ എത്തിച്ചത് മുതൽ ട്രാൻസ്പോർട്ട് കമ്മിറ്റി പ്രവർത്തനങ്ങൾ തിരക്കാർന്നതായി. നമ്മൾ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ വെച്ചിട്ട് ഇന്ന് സമാപിക്കുകയാണ്. ട്രാൻസ്പോർട്ട് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും വിദ്യാർത്ഥികൾക്കും അതേപോലെ അവരുടെ ഒപ്പം വരുന്ന അധ്യാപകർക്കും പാരൻസിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ അവസാന ദിവസത്തിലേക്ക് കടന്നിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ ഏത് സമയത്ത് വരുന്ന KSRTCയിൽ ഏത് സമയത്തും വരുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനും പാരൻസിനും അവരുടെ അക്കോമഡേഷൻ സെന്റേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വേദിയിലുള്ള പാർട്ടിസിപ്പൻസിനും ഭക്ഷണ സ്ഥലത്തു നിന്ന് അവരുടെ വേദിയിലേക്കും വൈകുന്നേരങ്ങളിൽ അവരുടെ അക്കോമഡേഷൻ സെന്ററുകളിലും 20ഓളം വരുന്ന നമ്മുടെ കുട്ടനല്ലൂർ പോലെയുള്ള മണ്ണുത്തി പോലെയുള്ള 10-15 കിലോമീറ്റർ അപ്പുറം വരുന്ന അക്കോമഡേഷൻ സെന്റേഴ്സിലേക്കും കൃത്യമായ സമയത്ത് എത്തിക്കാനും അതേപോലെ രാവിലെ കൃത്യമായ സമയത്ത് അവരുടെ നമ്മുടെ വേദികളിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം. ഈ സ്ഥാപനത്തിനുള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിട്ടുണ്ടായോ? കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിട്ടിട്ടില്ല. നമുക്ക് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുക എന്നുള്ളതായിരുന്നു. അത് പൂർണ്ണമായി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തുടർന്നുള്ള ദിനങ്ങൾ രാപ്പകലില്ലാതെ മത്സരാർത്ഥികളെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് സ്വീകരിച്ച് താമസ സ്ഥലത്തേക്കും വേദികളിലേക്കും ഭക്ഷണ സ്ഥലത്തേക്കും തിരിച്ചുമെത്തിക്കുന്നതിൽ കൃത്യതയാർന്ന സേവനമാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി നിർവഹിച്ചത്. കലോത്സവം സുഗമമായി നടത്താൻ KHSTU ആണ് ഞങ്ങളെ നേതൃത്വം നൽകിയതാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി. ഈ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയിൽ ഞങ്ങൾ ഏകദേശം 30ഓളം പേര് കഠിനമായിട്ട് പ്രയത്നിച്ചു. അതൊരു കുറേ ദിവസങ്ങളോളം രാപ്പകലില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. പക്ഷെ അതെല്ലാം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. കലോത്സവം ഭംഗിയായിട്ട് നടന്നു. ഈ കലോത്സവത്തിൽ പങ്കെടുത്തവർക്കും വിജയികൾക്കും KHSTUവിന്റെ പേരിലും ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ പേരിലും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കലോത്സവ തലേന്ന് മുതൽ സമാപനം വരെ ട്രാൻസ്പോർട്ട് കമ്മിറ്റി നടത്തിയ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. സമാപന വേദിയിൽ നിന്നും ക്യാമറാമാൻ പ്രവീണിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. TCV കലാപൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർ, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയേഴ്സ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. വടക്കാഞ്ചേരി പാർലിക്കാട് സ്വദേശികളായ ഇരട്ട സഹോദരിമാരുടെ ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു. കൊച്ചി ബിനാലിയിൽ അസ്നയുടെയും തസ്നയുടെയും 8 ചിത്രങ്ങൾ ഇടം നേടിയത് മികവിന്റെ തെളിവായി. മലയാളി കലാകാരന്മാരുടെ സൃഷ്ടികൾക്കുള്ള പ്രത്യേക പ്രദർശനത്തിലാണ് ഇരുവരുടെയും ചിത്രങ്ങളുള്ളത്. ഒരു ഗ്രാമത്തിൽ നിന്നുയർന്ന് രാജ്യത്തെ പ്രധാന കലാവേദിയായ കൊച്ചി ബിനാലിയിലെത്തിയ നേട്ടം ഇവരുടെ കലാസാധ്യതകൾക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ്. വടക്കാഞ്ചേരി പാർലിക്കാട് മുളയ്ക്കപ്പറമ്പിൽ അലിയുടെയും ഷെമീജിയുടെയും മക്കളാണ് ഇരുവരും. പിതാവ് കലാകാരനായതിനാൽ നിറങ്ങളും ക്യാൻവാസും വീട്ടിലെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇരുവർക്കും കുട്ടിക്കാലം മുതൽ തന്നെ കലാപരമായ പരിശീലനം ലഭിച്ചിരുന്നു. നിറങ്ങളുടെ ആഴത്തിലുള്ള അറിവുകൾക്കായി ഇരുവരും ഫൈൻ ആർട്സ് പഠനത്തിലാണ്. അസ്ന ഹൈദരാബാദിൽ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പഠനം തുടരുന്നു. തസ്ന ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പഠനത്തിലാണ്. സ്വന്തം കലാഭാഷ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇരുവരും. TCV ന്യൂസ്, കുന്നംകുളം. വിജയവാഡയിലുണ്ടായ വാഹനാപകടത്തിൽ കൊടകര പേരാമ്പ്ര സ്വദേശി മരിച്ചു. പേരാമ്പ്ര മൈത്രി നഗർ സ്വദേശി കോപ്ലി വീട്ടിൽ പൌലോസിന്റെ മകൻ 53 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ ബിജു സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാറിടിച്ചാണ് അപകടം. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. കേരളത്തിലെ ശ്രീശങ്കര പരമ്പരയിലെ ഏറ്റവും മുതിർന്ന സന്യാസിയും തൃശൂർ നടുവിൽ മഠത്തിലെ മൂപ്പിൽ സ്വാമിയാരുമായ മറവഞ്ചേരി തെക്കേടത്ത് നീലകണ്ഠ ഭാരതികൾ സമാധിയായി. 90 വയസ്സായിരുന്നു. തിരുനാവായ മറവഞ്ചേരി തെക്കേടത്ത് ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ പുത്രനായി 1935 ജനിച്ച ഇദ്ദേഹം 2000 അന്നത്തെ മൂപ്പിൽ സ്വാമിയാരായിരുന്ന മേപ്പോയില്ലത്ത് അഷ്ടമൂർത്തി ഭാരതികളുടെ ഇളമുറ സ്വാമിയാരായി സന്യാസം സ്വീകരിച്ചു.
2002 മേപ്പോയില്ലം അഷ്ടമൂർത്തി ഭാരതികളുടെ സമാധിയെ തുടർന്ന് നടുവിൽ മഠം മൂപ്പിൽ സ്വാമിയാരായി അവരോധിക്കപ്പെട്ടു. തുടർന്ന് 2021 ജൂലൈ 25 വരെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരായിരുന്നു. ആധ്യാത്മിക സാധനയും വായനയുമായി കഴിഞ്ഞുകൂടുമ്പോഴാണ് 10 ദിവസം മുൻപ് ചില ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാലപ്പിള്ളി കുണ്ടായിൽ മാനിനെ വിഴുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. കുണ്ടായി ഹാരിസൺ റബ്ബർ തോട്ടത്തിലാണ് മലമ്പാമ്പിനെ കണ്ടത്. രാവിലെ ടാപ്പിംഗിനെത്തിയ തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വനപാലകരെ വിവരമറിയിച്ചു. പിന്നീട് പാമ്പിനെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. 12 അടിയിലേറെ നീളമുള്ളതാണ് മലമ്പാമ്പ്. കഴിഞ്ഞ ദിവസമാണ് പാമ്പ് മാനിനെ പിടികൂടി വിഴുങ്ങിയതെന്ന് കരുതുന്നു. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ജ്യേഷ്ഠനെ തൂമ്പ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അനുജനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പള്ളിശ്ശേരി സ്വദേശി കല്ലേരി വീട്ടിൽ വിൻസനാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29-ന് തൂമ്പ കൊണ്ടുള്ള ആക്രമണത്തിൽ ജ്യേഷ്ഠൻ ജോൺസന്റെ തലയോട്ടി പൊട്ടിയിരുന്നു. ഒളിവിൽ പോയ പ്രതിയെ കണ്ണൻകുളങ്ങരയിലെ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി CL ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഉയർത്തി കണ്ണൂർ ജില്ല. ആതിഥേയരായ തൃശൂർ രണ്ടാമത്. കലോത്സവ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ച നടൻ മോഹൻലാൽ. പ്രതിഭകളായ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാതെ കേരളത്തിൽ തുടരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മത്സരമല്ല, ഉത്സവമാണ് കലോത്സവമെന്ന നടൻ മോഹൻലാൽ. അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി പി ശിവൻകുട്ടി. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് PG ക്വാർട്ടേഴ്സിൽ മോഷണം. ക്വാർട്ടേഴ്സിന്റെ പൂട്ടറുത്തു മാറ്റി 20 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചേലക്കര സെന്ററിലെ പ്രസിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് പ്രാഥമിക നിഗമനം. വാഴാനി അണക്കെട്ടിന് സമീപം കാട്ടാനയെ ഗുരുതര പരിക്കുകളോടെ അവശനിലയിൽ കണ്ടെത്തി. കടുവ ആക്രമിച്ചതെന്ന് പ്രാഥമിക നിഗമനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കൊള്ളാം.